ചേതി രാജ്യത്തിലെ രാജാവായ ദമഘോഷനും അദ്ദേഹത്തിന്റെ പത്നിക്കും പിറന്ന കുഞ്ഞാണ് ശിശുപാലൻ. എന്നാൽ ആ കുഞ്ഞിന്റെ ജനനം ഒരു സാധാരണ സംഭവമായിരുന്നില്ല. 3 കണ്ണുകളും 4 കൈകളുമായിരുന്നു അവന്. കൊട്ടാരം മുഴുവൻ ഈ വിചിത്ര രൂപം കണ്ട് ഭയന്നു വിറച്ചു. ഈ കുട്ടി ശപിക്കപ്പെട്ടവനായിരിക്കുമോ എന്ന് മാതാപിതാക്കൾ ഭയന്നു. ആ സമയത്ത് അവിടെ ഒരു അശരീരി ഉയർന്നു. നിങ്ങൾ ഭയപ്പെടരുത്, എന്നാൽ ശ്രദ്ധിക്കുക, ഈ അധികമായ കണ്ണുകളും കൈകളും ആരുടെ സ്പർശത്താൽ മാഞ്ഞു പോകുന്നുവോ അവനാണ് ഇവന്റെ മോക്ഷത്തിലേക്കുള്ള മാർഗം. ഇവന്റെ മരണം അദ്ദേഹത്തിലൂടെയായിരിക്കും. ഈ പ്രവചനം എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു ദിവസം കൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ സഹോദരൻ ബലരാമനും പിതൃ സഹോദരിയെ കാണാൻ ചേതി രാജ്യത്തിലേക്ക് വന്നു. വാത്സല്യത്തോടെ ശ്രുതശ്രുവ, അതായത് വസുദേവരുടെ സഹോദരി, തന്റെ മകനെ കൊച്ചു ശിശുപാലനെ ശ്രീകൃഷ്ണന്റെ മടിയിൽ കിടത്തി. ഒരു മായാജാലം പോലെ ശ്രീകൃഷ്ണന്റെ സ്പർശം ഏൽക്കേണ്ട താമസം ശിശുപാലന്റെ 3ാമത്തെ കണ്ണും അധിക കൈകളും ഉടൻ തന്നെ അപ്രത്യക്ഷമായി. തുടർന്ന് മാതാവിന്റെ ഉള്ളിൽ സന്തോഷ തിരകൾക്കൊപ്പം ഭയത്തിന്റെ കൊടുങ്കാറ്റും ഉയർന്നു. അവർ കൃഷ്ണന്റെ കാൽക്കൽ വീണ് വിതുമ്പി കരഞ്ഞു. കൃഷ്ണ, അങ്ങാണ് ഇവന്റെ മരണത്തിന് കാരണക്കാരൻ എന്ന് പ്രവചനമുണ്ട്. എന്റെ മകനെ അങ്ങ് ദയവ് ചെയ്ത് വെറുതെ വിടാമോ? അവന് മാപ്പ് നൽകണം. ശ്രീകൃഷ്ണൻ ആ മാതാവിന് വാക്ക് കൊടുത്തു. മാതേ, ഞാൻ താങ്കൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവൻ എന്നെ 100 തവണ അധിക്ഷേപിച്ചാലും ഞാൻ അത് ക്ഷമിക്കും. എന്നാൽ 101ാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ വിധി അതിന്റെ വഴിക്ക് സഞ്ചരിക്കും. ഈ വാക്ക് നൽകിയ ശേഷം കൃഷ്ണൻ മടങ്ങി. ശിശുപാലൻ വളർന്ന് ചേതിയുടെ ശക്തനായ രാജാവായി. എന്നാൽ കൃഷ്ണനോടുള്ള അസൂയയും അഹങ്കാരവും അവന്റെ മനസ്സിൽ തീവ്രമായി വളർന്നു. കാലം മുന്നോട്ടു പോയി. പാണ്ഡവർ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാനായി രാജസൂയ യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗത്തിന്റെ സമാപനത്തിൽ ധർമ്മനിഷ്ഠനായ യുധിഷ്ഠിരൻ ഒരു പ്രഖ്യാപനം നടത്തി. ഈ സദസ്സിൽ ഏറ്റവും വലിയ ആദരം ശ്രീകൃഷ്ണന് സമർപ്പിക്കണം. ഇത് കേട്ട് സദസ്സ് മുഴുവൻ സന്തോഷത്തോടെ കൃഷ്ണനെ നമിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ മാത്രം ഇത് കേട്ട് ക്രോധം കൊണ്ട് വിറച്ചു. ശിശുപാലൻ. അവൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീറ്റ് സഭയുടെ മധ്യത്തിൽ നിന്ന് അലറി, ഇതെന്തൊരു അപമാനമാണ്! ഒരു ഗോപാലന് വേണ്ടി ഇത്രയും മഹാനായ രാജാക്കന്മാരെ നിങ്ങൾ അവഹേളിക്കുകയാണോ? അവൻ ആരാണ്? അവൻ വഞ്ചകനാണ്. ആ കൂട്ടം സ്തംഭിച്ചു പോയി. ആളുകൾ ഭയത്തോടെ ശ്രീകൃഷ്ണനെ നോക്കി. പക്ഷേ കൃഷ്ണൻ ശാന്തനായിരുന്നു. ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. അദ്ദേഹം ശിശുപാലൻ ചൊരിയുന്ന ഓരോ അധിക്ഷേപങ്ങളും മനസ്സിൽ എണ്ണാൻ തുടങ്ങി. ശിശുപാലൻ നിർത്താതെ അധിക്ഷേപം തുടർന്നു. അവന്റെ വാക്കുകൾ കൂടുതൽ ക്രൂരമായി. അഹങ്കാരം ആകാശത്തോളം ഉയർന്നു. സഭയിലെ പലരും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ കേട്ടില്ല. അങ്ങനെ അവന്റെ അധിക്ഷേപങ്ങൾ 100 എന്ന എണ്ണത്തിൽ എത്തി നിന്നു. കൃഷ്ണൻ ശാന്തമായി കാത്തിരുന്നു. ആ പരിധി കടന്ന് ശിശുപാലൻ 101ാമത്തെ അധിക്ഷേപം പറഞ്ഞു. ആ സമയം ശ്രീകൃഷ്ണന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അദ്ദേഹത്തിന്റെ വലതുകരം ഉയർന്നു. ആ ദിവ്യമായ കയ്യിൽ പ്രകാശത്താൽ ജ്വലിക്കുന്ന സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ വാക്ക് പാലിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ധർമ്മത്തിന്റെ നിയമം പ്രവർത്തിക്കണം. മിന്നൽ വേഗത്തിൽ ആ ചക്രം ശിശുപാലന്റെ കഴുത്തിലേക്ക് പാഞ്ഞു. ആരും കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ശിശുപാലന്റെ ശിരസ് നിലം പതിച്ചു. അത്ഭുതകരമായ കാഴ്ച! ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ശോഭയുള്ള ഒരു പ്രകാശരശ്മി ഉയർന്നു. ആ രശ്മി യാഗശാലയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് കൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് ലയിച്ചു. വർഷങ്ങളോളം കൃഷ്ണനെ വെറുത്തുകൊണ്ടിരുന്ന ശിശുപാലൻ അവസാനം കൃഷ്ണന്റെ കരം കൊണ്ട് മരണമടഞ്ഞപ്പോൾ മോക്ഷം പ്രാപിച്ചു. കാരണം വെറുപ്പിലായിരുന്നെങ്കിലും അവൻ തന്റെ മനസ്സ് നിരന്തരം കൃഷ്ണനിൽ ഉറപ്പിച്ചു വെച്ചിരുന്നു. കൃഷ്ണൻ തന്റെ വാക്ക് പാലിച്ചു. 100 തെറ്റുകൾ ക്ഷമിച്ചു. എന്നാൽ 101ാമത്തെ തെറ്റിൽ അഹങ്കാരം അതിര് കടന്നപ്പോൾ ഭഗവാൻ ശിക്ഷ നൽകി മോക്ഷത്തിലേക്ക് വഴി തുറന്നു.